പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകി. ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവവചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ കർത്താവ് തരുന്ന സമയങ്ങൾ എത്രയോ വിലപ്പെട്ടതാണ്. നമുക്ക് വേഗം തന്നെ നമ്മുടെ ചിന്തകളിലേക്ക്, ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സമയം വിലപ്പെട്ടതാണല്ലോ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അറിയുന്നില്ലയോ, അല്ലെങ്കിൽ അറിവ് എന്നുള്ളതാണ്. അറിവില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ അത് വലിയ തീരാ നഷ്ടങ്ങളാണ്. അറിയേണ്ട കാര്യങ്ങൾ ഈ ലോക ജീവിതത്തിൽ നമ്മൾ അറിയണം. ഇല്ലെങ്കിൽ നമ്മൾ വരുത്തി വയ്ക്കുന്നത് നിത്യതയിലേക്കുള്ള ഭയങ്കര നഷ്ടങ്ങളായിരിക്കും. ഈ ലോകത്തിലെ കാര്യങ്ങളിൽ പോലും അറിവ് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് കർത്താവിലായിരിക്കുമ്പോൾ നിത്യജീവനെക്കുറിച്ചും നിത്യതയുടെ കാഴ്ചപ്പാടും നമുക്കുണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ നോക്കിയല്ലോ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള അറിവ്. ഈ അറിവിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധൻ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും. അവൻ്റെ ലക്ഷ്യം പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, കാരണം അവൻ്റെ ഉടയവൻ, അവൻ്റെ യജമാനൻ അവനോട് കൂടെയുണ്ട്. ഈ ബോധ്യം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളവും അത് വിലപ്പെട്ടത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഞാൻ പറയട്ടെ, ഈ അറിവെന്ന് പറയുമ്പോഴത്തേക്കും ഈ ലോകത്തിൻ്റെ അറിവല്ല. നമ്മളത് ചിന്തിച്ചല്ലോ, ഈ ലോകത്തിൻ്റെ അറിവ് നമ്മളെ വഞ്ചിക്കാം. കാരണം നമ്മൾ 1 തിമോത്തി 6-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ, 1 തിമോത്തി ചാപ്റ്റർ 6 വേഴ്സ് 20-21 അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: അലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനം അധിക പങ്ക് ജനങ്ങളെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നവയാണ്. അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. അപ്പോൾ ഈ ലോകത്തിലെ ജ്ഞാനികളുടെ ചിന്താഗതികളെക്കുറിച്ചും അവരെ ആ ജ്ഞാനെ എങ്ങനെ തെറ്റിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ 47-ാം അധ്യായം, അതിൻ്റെ യെശയ്യാവ് 47-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യെശയ്യാവ് 47:10: നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ച് ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞല്ലോ. നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു. ഞാൻ മാത്രം, എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു. അപ്പോൾ നോക്കുക, അവൻ്റെ ആ ചിന്താഗതി അവനെ എത്രമാത്രം വഞ്ചിച്ചു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ഒരു മനുഷ്യനെ കൂടുതലായി ദൈവത്തോടിൽ നിന്ന് അകറ്റും. അങ്ങനെയുള്ള ജ്ഞാനം അവനെ നിഗളിയാക്കി മാറ്റും. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം എന്നുള്ളത് അവനെ താഴ്മയുള്ളവനാക്കി മാറ്റുക. അത് നമ്മൾ ഇന്നലെ കാണുകയുണ്ട്, ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അറിയേണ്ട മറ്റൊരു വലിയ കാര്യം, നമ്മൾ 1 കൊരിന്ത്യർ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്ന കാര്യമാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 6-ാം വാക്യം, 1 കൊരിന്ത്യൻ ചാപ്റ്റർ 5 വേഴ്സ് 6: അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും ഒളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? കണ്ടോ, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും ഒളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? അപ്പോൾ ഇത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. കാരണം വിശുദ്ധമായിട്ടുള്ള ബന്ധത്തിൽ അതിനെ തുടർന്നുള്ള അതിൻ്റെ 8 വരെയുള്ള വാക്കുകൾ വായിക്കാം. 7-8: നിങ്ങൾ പൊളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് വറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിമാവ് കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. അപ്പം
ഒരു വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ പുളിമാവ് പൂർണ്ണമായിട്ടും അകറ്റി കളയണം എന്നുള്ളതാണ്. അപ്പം എന്താ ഈ പുളിമാവ് എന്ന് പറഞ്ഞാൽ? പുതിയ നിയമത്തിൽ പുളിമാവെന്ന് പറയുന്നത് ദുഷ്ടതയെ വിശദീകരിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് പുളിമാവ്. എല്ലാ ദുഷ്ടതയും. അപ്പം ഈ പല നിലകളിലുള്ള ദുസ്വഭാവങ്ങൾ മനുഷ്യരിലുണ്ട്. അവയെല്ലാം നീക്കിക്കളയണം. അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കറിയാം, ഒരല്പം ദുഷ്ടത പഴയ പ്രമാണത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് സഭയിലേക്ക് പരക്കും. അത് ഈ ചൊറിച്ചിൽ പോലെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കും. അത് വരാൻ പാടില്ല. നമുക്കറിയാം, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെടുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ പറയുന്നത് അവരുടെ വീടുകളിൽ നിന്നും പുളിമാവ് നീക്കിക്കളയണം. അങ്ങനെ പുളിമാവോട് ചേർന്ന് അല്ലെങ്കിൽ പൊളിച്ച മാവോട് ഉണ്ടാക്കി അപ്പം തിന്നുന്നതിനെ ഛേദിച്ച് കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വലിയ ശക്തമായൊരു മുന്നറിയിപ്പാണ് നമ്മളോടുള്ള ബന്ധത്തിൽ. അപ്പോൾ വിടുതൽ പ്രാപിക്കുന്ന ജനം ഈ ദുഷ്ടത എന്ന പുളിമാവിനെ പൂർണ്ണമായി നീക്കിക്കളയണം. നമ്മളത് ഒന്ന് വായിക്കാം. ഞാനത് പുറപ്പാട് പുസ്തകം, എക്സോഡസ്, നിർഗമൻ, അതിൻ്റെ 12-ാം അധ്യായം, ചാപ്റ്റർ 12, വേഴ്സ് 15 and 19. അപ്പോൾ അതിൻ്റെ 15, 19 വാക്യം ഞാൻ വായിക്കാം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്നും ഛേദിച്ച് കളയണം. കണ്ടോ, എത്ര ഗൗരവമായിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ പുളിമാവ് കാണിക്കുന്നതാ ദുഷ്ടതയെ, അല്ലേ? കായിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു എന്ന് നമ്മൾ 1 യോഹന്നാൻ 3:12 വായിക്കുന്നുണ്ട്. 1 John 3:12. അപ്പോൾ അങ്ങനെ ഉള്ള ദുഷ്ടനിൽ നിന്നുള്ള ദുഷ്ടതയൊന്നും നമ്മളിൽ കാണാൻ പാടില്ല, പഴയ മനുഷ്യൻ എന്നുള്ളത്. അതിൻ്റെ 19-ാം വാക്യവും, എക്സോഡസ് ചാപ്റ്റർ 12 verse 19. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത്. ആരെങ്കിലും പുളിച്ചത് തിന്നാൽ, പരദേശിയായാലും സ്വദേശിയായാലും, അവനെ ഇസ്രായേൽ സഭയിൽ നിന്നും ഛേദിച്ച് കളയണം. പരദേശിയാണേലും സ്വദേശിയാണേലും ദൈവവചനത്തിൻ്റെ ഈ നിയമത്തെ ലംഘിക്കുന്നവനെ കൊന്നേക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, യാതൊരു ദാക്ഷിണ്യത്തിനും അവിടെ വകയില്ല. അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ പുളിമാവ് എന്നതിനെക്കുറിച്ച് ഒരല്പമായ വിശദീകരണം ഇവിടെ നൽകേണ്ടത് ആവശ്യമാണല്ലോ. നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ. ഇന്ന് പലപ്പോഴും വചനത്തിന് അതിൻ്റെ ആഴത്തിലുള്ള ഒരു ജ്ഞാനം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഉത്സാഹിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഗ്രഹണയോഗ്യമായ ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളിൽ ഈ പുളിമാവ് പാടില്ല. അത് കർത്താവിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. ആസാര പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? അപ്പോൾ സഭയെ മൊത്തമായി നാറ്റിക്കുവാൻ, നശിപ്പിക്കുവാൻ ഈ അല്പ പുളിമാവിന് കഴിയും, ഈ അല്പ ദുഷ്ടതയ്ക്ക് കഴിയും. അപ്പോൾ കരുതെന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തെ പൂർണ്ണമായും ദൂരീകരിക്കുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. അപ്പം ഞാൻ ചില പുളിമാവുകളെ കുറിച്ച് നിങ്ങളോട് പറയാം. അത് തിരുവചനത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അത് ഒന്നാമത്തെ കാര്യം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. മാത്യു ചാപ്റ്റർ 15 verse 1 to 6. അവിടെ നമ്മൾ വായിക്കുന്നത് 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യെരൂശലേമിൽ നിന്നും പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്ന്, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു.
അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ബഹുമാനിക്കാത്തവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ദുർബലമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇത് എത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് നോക്കിയേ. ഇവിടെ സമ്പ്രദായം, ഒരു വിധത്തിൽ പാരമ്പര്യം, ഈ പാരമ്പര്യത്തിലൂടെ അവർ എന്ത് ചെയ്യുന്നു? ദൈവകൽപ്പനയെ ലംഘിക്കുന്നു, ദൈവകൽപ്പനയെ ദുർബലമാക്കുന്നു. ചിന്തിക്കുക, ഇത് എത്ര ഗൗരവതരമായ കാര്യമാണ്. ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ ചന്തയിലൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ, നമ്മൾ മർക്കോസിന് ശേഷം വായിച്ചു കഴിഞ്ഞാൽ 7-ാം അധ്യായം 1 മുതൽ 9 വാക്യം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കുക. മാർക്ക് ചാപ്റ്റർ 7 വേഴ്സ് 1-9. അവിടെ വായിക്കുന്നത്, അവർ ചന്തയിലേക്ക് പോയി വന്നാൽ അവർ കൈ കഴുകുക മാത്രം, അവർ കുളിച്ചിട്ടല്ലാണ്ട് ആഹാരം കഴിക്കുക. അപ്പം ഇങ്ങനെയുള്ള ചില പാരമ്പര്യ സിദ്ധാന്തങ്ങൾ യഹൂദന്മാരുടെ മധ്യത്തിലുണ്ടായിരുന്നു. നോക്കുക, എന്നിട്ട് അവർ പറയുന്നത്, അമ്മയപ്പന്മാർക്ക് ചെയ്യേണ്ടത് കാര്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്തു? ദൈവത്തിന് കൊടുത്തു. അതുകൊണ്ട് ഈ അമ്മയപ്പന്മാരെ നോക്കിയല്ല, അവർക്ക് ചെയ്യേണ്ട പിന്നെ യാതൊരു ഉപകാരവും ചെയ്യല. എത്ര ദുഃഖകരമാണെന്ന് നോക്കി. അത് അവരുടെ ഒരു സമ്പ്രദായമാണ്. അത് ഞങ്ങൾ ദൈവത്തിന് കൊടുത്തു. അമ്മയപ്പന്മാർക്ക് ചെയ്യേണ്ട സേവ ഞങ്ങൾ എന്ത് ചെയ്തു? ആ ഭാഗം ഞങ്ങൾ ദൈവത്തിന് കൊടുത്തു. അതുകൊണ്ട് അവരുടെ അമ്മയപ്പന്മാരോടുള്ള നമ്മുടെ കർത്തവ്യങ്ങൾ മാറിപ്പോകുമോ? ഒരിക്കലുമില്ല. അപ്പം ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയല്ല ഇതെല്ലാം, അവർ ഒരു പാരമ്പര്യമായി കൊണ്ടുവന്ന സമ്പ്രദായമാണ്. അപ്പോൾ കർത്താവ് കൂടെ ചോദിക്കുന്നത്, നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ തുച്ഛീകരിക്കുന്നത് എന്ത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ പഴയതായിരിക്കുന്ന യാതൊരു പാരമ്പര്യ സിദ്ധാന്തങ്ങളും നമ്മൾ പുതിയ നിയമസഭയിൽ കൊണ്ടുവരാൻ പാടില്ല. ചിലർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കും. നമ്മൾ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ദശയുണ്ടോ? ഇല്ല. അനേക കാര്യങ്ങളിൽ വിശ്വാസികൾ ഒരു അജ്ഞത കൊണ്ട് അവരങ്ങനെ ചെയ്തു പോകാറുണ്ട്. അതുകൊണ്ട് സമ്പ്രദായം, നമ്മുടേതായിരിക്കുന്ന പാരമ്പര്യ സമ്പ്രദായങ്ങൾ കൊണ്ട് അത് ഒരു പുളിച്ച മാവാണ്, അത് ഒരു പുളിപ്പാണ്. അത് നമ്മളിൽ കാണാൻ പാടില്ല എന്നാണ് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നത്. രണ്ടാമത് പുളിച്ച മാവിനെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ മത്തായി തന്നെ 16-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യം. മാത്യു 16:11-12. മാത്യു 16-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യം. പരീശന്മാരുടെയും സദുക്കളുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് തിരിച്ചറിയാഞ്ഞത് എന്ത്? അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദുക്കളുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. അപ്പം ഇവിടെ ഉപദേശത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കണം. തെറ്റായ ഉപദേശങ്ങൾ സഭയിൽ പ്രവേശിക്കുവാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ പരീശന്മാരുടെ ഉപദേശം, അവർ പറയുന്ന ഉപദേശങ്ങൾ മാനുഷികമായിരുന്നു, ദൈവവചനത്തിന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ പരീശന്മാർക്ക് അവരുടേതായിരിക്കുന്ന നിലയിലുള്ള ഒരു ഉപദേശ സംഹിതയുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ വഞ്ചിക്കപ്പെടാം. അതൊരു പുളിമാവ, അതൊരു ദുഷ്ടതയാണ്. അപ്പോൾ ഇതിന് നമ്മൾ സൂക്ഷിക്കണമെന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. നാലാമത് നമ്മൾ വായിക്കുന്നത് ഗലാത്യ ലേഖനത്തിൽ, ഗലേഷ്യൻസ് ചാപ്റ്റർ 5. അവിടെ വായിക്കുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 9-10 വാക്യം. ഗലേഷ്യൻസ് 5:9-10.
അവിടെ വായിക്കുന്നത്, അസാര പുളിമാവ് കുണ്ടത്തെ മുഴുവനും കുളിപ്പിക്കുന്നു, നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുളിമാവ് അതെന്താണ്? ഭിന്നാഭിപ്രായം. നമുക്കറിയാം, അനേക സഭകളും തകരപ്പെടാൻ കാരണം ഈ അഭിപ്രായ ഭിന്നതകളാണ്. അഭിപ്രായങ്ങൾ കൊണ്ടുവരും. നമുക്കൊരു 5 പാട്ട് പാടിയാൽ എന്താ ഒരു അഭിപ്രായം. അപ്പം പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ കൊണ്ടുവന്നിട്ട് സഭയിൽ പ്രശ്നം ഉണ്ടാക്കുക. മാനുഷികമായ അഭിപ്രായങ്ങൾക്കൊന്നും ദൈവസഭയിൽ യാതൊരു സ്ഥാനവുമില്ല. വാസ്തവത്തിൽ അഭിപ്രായം കൊണ്ടുവരുന്ന വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ശത്രുവിൻ്റെ അടിമയാകുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് സഭയിലൊരു ഭിന്നത ഉണ്ടാകുന്നുണ്ടോ? അതൊരു പുളിമാവാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, അനേകരുടെ മധ്യത്തിലും ഈ ഭിന്ന അഭിപ്രായങ്ങൾ സഭയിൽ ഉടലെടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് സഭയ്ക്ക് തന്നെ ഒരു ഇടർച്ചയായിട്ട് മാറുകയും, ചിലർ പറയും നമ്മൾ കർത്താവിൻ്റെ മേശ മുഴങ്കാലിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ. ചിലരുടെ അഭിപ്രായം. ആ അഭിപ്രായത്തിൽ എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ? അത് അവരുടെ ഭക്തിയുടെ തീക്ഷ്ണതയിൽ അവരങ്ങോട്ട് വ്യാഖ്യാനിക്കുക. അപ്പോൾ അങ്ങനെ അല്ലാതെ വരുമ്പോൾ അത് ഇടർച്ചയായിട്ട് വരുത്തുക. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും സഭയിൽ ഒരു അഭിപ്രായം പറയുമ്പോൾ ഇത് സഭയുടെ ഇടർച്ചയ്ക്ക് കാരണമായി തീരുമോ എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ അത് സഭയെ ചിലപ്പോൾ തകർക്കുവാനായിട്ട് ഈ അഭിപ്രായ പ്രകടനങ്ങൾ ഇടയാക്കാറുണ്ട്. അത് നമ്മൾ വളരെ ചില അഭിപ്രായപ്പെടാറുണ്ട്, വെള്ളവസ്ത്രം മാത്രമേ ധരിക്കാവൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് അതൊരു ഇടർച്ചയ്ക്ക് കാരണമാകുക. മീശ വയ്ക്കാൻ പാടില്ല ഒരഭിപ്രായം. അപ്പോൾ ഇങ്ങനെ വിവിധ നിലയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങൾ സഭയിൽ ഭിന്നതയ്ക്കിടയാവും. അത് ആ സഭയെ തകർക്കാനിടയാക്കി. അപ്പോൾ 1 നമ്മുടെ സമ്പ്രദായം, 2 ഉപദേശം, 3 ഭിന്ന അഭിപ്രായം. 4ാമത്തെ കാര്യം കൂടെ പറയാം, അവിടെ ഭക്തി. നമ്മൾ ലൂക്കോസ് 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ലൂക്കോസ് 12:1. അതിനിടെ പുരുഷാരം തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞത് തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടുത്തെ പുളിമാവ്? കപടഭക്തി. നോക്കുക, കപടഭക്തി ഇതൊരു വലിയ ഒരു രോഗം തന്നെയാണ്. അത് ഈ അന്ത്യകാല സമയത്തെ ഒരു ലക്ഷണമാണെന്ന് പൗലോസ് 2 തിമോത്തി 3:5 പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തി 3:5. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. നോക്കുക, വേഷഭക്തിയുണ്ട്, അധരഭക്തിയുണ്ട്. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ഭക്തി അത് ഒരു പുളിമാവെന്ന നിലയിൽ സഭയ്ക്കും ആ വ്യക്തിക്കും ദോഷം വരുത്താം. അപ്പോൾ ഇവിടെ പരീശന്മാരുടെ കപടഭക്തി എന്ന പുളിമാവ് നോക്കുക. നമുക്കറിയാം, നമ്മൾ
മത്തായിയുടെ സുവിശേഷം 23-ാം വാക്യം 23-ാം അധ്യായം വായിച്ചാൽ ആ 23-ാം അധ്യായത്തിൻ്റെ 13 മുതൽ ഈ പരീക്ഷന്മാരെ കർത്താവ് വിളിക്കുന്ന ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ അല്പമായിട്ട് മാത്രം ഒന്ന് പറയാം. അവിടെ മത്തായി 23:13 കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ. അതിൻ്റെ മുമ്പോട്ട് അതേ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ കഷ്ടം. നോക്കുക, ആ 13-ാം വാക്യം നീണ്ട വാക്യമാണ്. 2 പ്രാവശ്യം അതിനകത്ത് അവരെ കപടഭക്തിക്കാരെ എന്ന് വിളിക്കുന്നുണ്ട്. 14-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നീട് അതിൻ്റെ 17-ാം വാക്യം മൂഢന്മാരും കൂടന്മാരുമായ, അവിടെ അവിടെ മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ അവരെ വിളിക്കുന്നത് മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ. അതിൻ്റെ 23-ാം വാക്യം കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ അവരെ വിളിക്കുന്ന ആ പ്രയോഗങ്ങൾ എത്ര ഭയങ്കരമാണ്. അതിൻ്റെ 25-ാം വാക്യം കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ. അതിൻ്റെ 27-ാം വാക്യം കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ. അതിൻ്റെ 29-ാം വാക്യം കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ. ഈ വിളിയെല്ലാം 8 പ്രാവശ്യം അവരെ ഇങ്ങനെ വിളിച്ചിട്ട് 9-ാമത്തെ പ്രാവശ്യം അവരെ വിളിക്കുന്ന എന്നാ അറിയോ? പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും. എത്ര ഭയങ്കര അല്ലേ? അവരെക്കുറിച്ച് പറയാണ്, നിങ്ങൾ പാമ്പുകളാണ്, സർപ്പസന്തതികളാണ്. നോക്കുക, അപ്പോൾ പരീക്ഷന്മാരുടെ കുടിച്ച മാവ്. ഇത് വളരെ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അസാരം പുളിമാവ് കുണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? അപ്പോൾ നമ്മൾ പുളിപ്പില്ലാത്തവരായി, അല്ലെങ്കിൽ ദുഷ്ടത, കപടത, വഞ്ചന, കാപട്യം അങ്ങനെയൊന്നും ഇല്ലാത്തവരായി നമ്മൾ കർത്താവിനെ സേവിക്കണം എന്നാണ് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എല്ലാ ദൈവമക്കളും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണേ. വളരെ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ മറ്റുള്ള പിതൃപാരമ്പര്യം നമുക്കറിയാം. നമ്മൾ 1 പത്രോസ് 1:18-19 വായിക്കുന്നുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നമ്മുടെ നടപ്പിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നും പാടില്ല. ചിലർ കുരിശ് വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? വിശ്വാസത്തിൽ വന്നാലും ചിലർ കുരിശ് വരയ്ക്കുന്നതാണ്. അപ്പം അങ്ങനെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ആ പുളിമാവ് നമുക്ക് പാടില്ല. ഇത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അപ്പം ഒന്ന്, നമുക്ക് നമ്മുടെ സമ്പ്രദായം കൊണ്ട്, നമ്മുടെ രീതി കൊണ്ട്, നമ്മൾ ആ രീതി എന്നുള്ളതൊരു പുളിമാവാണ്, അത് നമ്മിൽ പാടില്ല, പഴയ രീതി. 2, നമ്മുടെ ഉപദേശം. പഴയതായിരിക്കുന്ന പണ്ടുണ്ടായിരുന്ന ഉപദേശങ്ങളെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. 3, ഭിന്ന അഭിപ്രായം ഉണ്ടാകുവാൻ പാടില്ല. 4, നമ്മൾ കപടഭക്തി ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ കാര്യം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മളിത് അറിയേണ്ട കാര്യമാണ്. നിങ്ങൾ അറിയുന്നില്ലയോ?
ഇത് നമ്മൾ അറിയണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുറവുകളുണ്ടായാൽ അത് നമ്മുടെ ആത്മീയമായ ജീവിതത്തെ ഹനിക്കും, നശിപ്പിക്കും, ഇല്ലായ്മയും. അതുകൊണ്ട് ഇവിടെ രണ്ടാമതേ ഞാൻ ഓർപ്പിക്കാനുള്ള രണ്ടാമത്തെ കാര്യം, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? അതിനെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം മാത്രമേ ഞാൻ നിങ്ങൾക്ക് തന്നുള്ളൂ. അടുത്ത കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ വളരെ ഗൗരവമുള്ളവരായിരിക്കണം. കാരണം നമ്മുടെ ആത്മീയ ജീവിതം ഉറ്റുപ്രാപിക്കുവാൻ, ദൈവവചനത്തെ കൃത്യതയോടുകൂടി പാലിക്കുവാൻ നമുക്ക് വലിയ കടപ്പാടുണ്ട്. കേൾവിക്കാരായ എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.